Travelista 400K celebration. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇന്നലെ കണ്ട എപ്പിസോഡിൽ നമ്മളിതാ ഇവിടുത്തെ ഒരു ഹെവി ഒരു പരിപാടി ഓണാക്കാൻ പോവാം. സിംബാബ്വേയിലത്തെ തനതായ ഫുഡും തനതായ കൾച്ചറും തനതായ ആൾക്കാരും ഇവരെ കൂടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോവാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ ഇവിടെ വരെ കിണർ നോക്കിയാ അപ്പം കുട്ടിയിടാവ് അമ്മ അവരെ കിണറോട്ടാ. നല്ല അധികം ഹൈറ്റില്ല, അധികം ഇല്ല കേട്ടോ, അടിയിലേക്ക് അധികം ഇല്ല അവരെ കിണർ. അമ്മാമ ഫുൾ പവർ ആട്ടാ. ഇവിടുത്തെ കേസ് ഉണ്ടോ, ഇവിടുത്തെ ഏറ്റവും തലമൂത്ത അമ്മാമ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പിള്ളേരെ കേസ് പറയണ ഫുൾ പവറാണ് ഇവിടെ എല്ലാവരും. So right now we're now boiling the water for cooking sada. Okay. First we have to boil the water. Okay. We even put anything. Okay. Yeah, sada is good to boil the water. Okay. അപ്പോൾ അവർ ജസ്റ്റ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ സാസ അവരുടെ മെയിൻ ഫുഡായിട്ടുള്ള സാസി ഉണ്ടാക്കാൻ, ഇവിടുത്തെ മെയിൻ ഫുഡായിട്ടുള്ള സാസി ഉണ്ടാക്കാനായിട്ട് അവർ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ. പൊള്ളിന്ന് പറഞ്ഞാൽ പൊള്ളിട്ടാ. പൊള്ളിണ്ടാ ഇത് വേണ്ട. അവർ പൊന്തിക്കണത് ഇങ്ങനെ ഉണ്ടാവും. ഇത് വെച്ചിട്ട് വിഞ്ച് വെച്ചിട്ട് ഹമ്പിൾ പരിപാടി. ഇവർ ഈ വീട്ടിലത്തെ ആളല്ല, ഇവരിത് അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് ഇവിടുത്തെ വെള്ളം എടുക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇരുന്ന് പോരിട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവരുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. ഇവരുടെ ഇത് ഒരു ചെറിയൊരു പെരകെട്ടി കാണാം. ഇവർ ഇവിടെ അടുപ്പുണ്ട് കേട്ടോ, അടുപ്പ് കൂട്ടിയിട്ടുള്ള സംഭവം തന്നെയാണ്. ദിസ് വൺ അവർ വാഷിംഗ് ഏരിയ റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇവരുടെ വീട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട് കേട്ടോ. വി ക്യാൻ സീ ഇൻസൈഡ് ദി ഹോം. ഓക്കെ. അപ്പോൾ നമുക്ക് അവരുടെ വീടിൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ. അകത്തേക്ക് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ടുള്ള ആൾക്കാരാണെന്ന് ചോദിക്കുക. സിമ്പിളിൻ്റെ അപ്പന്മാരാട്ടോ അവർ. അകത്തേക്ക് കയറി നമ്മൾ കേട്ടോ. ഇതാ ചുമരൊക്കെ സിമെൻ്റ് ചെയ്തിരിക്കണം, മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കണം കേട്ടോ. ഇത് ഓരോ വീട് ഓരോ റൂമുകളാണ് ഈ റൈറ്റിൽ നിന്നൊക്കെ കാണാം കേട്ടോ. അവരുടെ റൂം ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്ന സ്ഥലമാണ്. 16 പേര് കിടക്കുന്ന വീടുകളാണ്. അപ്പോൾ വീടാണത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇവിടെ അടുക്കള ബോക്സ് സെറ്റപ്പ്, ഇവിടെ ഒരു വാഷിംഗ് ഏരിയ പോലെ സെറ്റപ്പ്. അവിടെ പോയി ചെയ്യാട്ടോ അവര് കളി തുടങ്ങിയവിടെ. അമ്മാമയിൽ ഇരിക്കണം, അതിനടുത്ത രസം. ഇവിടെ വേറെ റൂമുണ്ട്. ഇവിടെയും കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട്, അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇതാ പറയുക ഹോളാട്ടോ. ടി വിയിലൊന്നുമില്ല, ഇന്നലക്കാം. അവർ കളി തുടങ്ങി. ചിക്കൻ വന്നൂടാ, ചിക്കൻ ഉണ്ടാക്കണ്ട. നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ആഘോഷിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ പോട്ടാ.
അവർ ആടെടുത്തു. ആട് കട്ട് ചെയ്യാൻ പോട്ടാ. നമ്മൾ മേടിച്ചിരുന്ന ആട് അവരെടുത്തു. അവരത് കട്ട് ചെയ്യാൻ പോവാ. നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ആട് പീസ് പീസായിട്ട് മേടിച്ചിരിക്കണേടാ. ആണുങ്ങൾ വന്നിട്ടുണ്ട് കട്ടിങ്ങിനൊക്കെ. ചെക്കൻ ഇവിടെ ഓണായിരിക്കുന്നുണ്ട്. ഹായ്. അവർ കട്ട് ചെയ്യാൻ നോക്കിയാൽ ഒരു കത്തിയില്ല, ഒരു വെട്ടുകത്തിയില്ല. ഒരു മരം മുട്ടിയുമ്പോൾ ആട് കട്ട് ചെയ്യണം കേട്ടോ. ഒരു ഷൂട്ടിങ്ങിനാണെങ്കിലും ഇവരെ കൂടെ ഇവർക്കൊരു ഭക്ഷണം ഒരു നേരത്തെ കൊടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണെങ്കിൽ വളരെ ഹാപ്പി ആട്ടോ. നമ്മൾ ഫുള്ള് ഹാപ്പിയാണ്. ഇവരുടെ സന്തോഷം കണ്ട. ഇവർക്ക് എന്തില്ലായ്മയായാലും ഇവർക്ക് സന്തോഷിക്കണ്ട. ഒരു ചെറിയൊരു കാര്യത്തിന് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തുണ്ടായാലും എന്നിട്ട് കാര്യം അടുത്തതിന് വേണ്ടി നമ്മൾ നിരാശപ്പെടും. ചേട്ടാ അടിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ചേച്ചിമാർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലിങ്ങനെ വെറുതെ അടിച്ച് പൊട്ടിക്കാട്ടാണ്. എന്നിട്ട് വെറുതെ കട്ട് ചെയ്യണം. ക്വാണ്ടിറ്റി കേട്ടോ. നമ്മളെന്തായാലും കൂടുതൽ വാങ്ങി നന്നായി. ആടിന് വാങ്ങി നന്നായി. ഇവിടെ ആൾക്കാർ കണ്ടാവാനുണ്ട് കേട്ടോ. പഴയ സിസ്റ്റേട്ടാ നമ്മുടെ നാട്ടിലത്തെ ഒരു full on full power. അവിടെ പൊരിയട്ടാ. നമ്മുടെ ആട്ടിറച്ചി അവിടെ പൊരിയുണ്ട്. പുറത്തവർക്ക് ഇപ്പോൾ ഫുൾ ഹാപ്പിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തമിഴ്നാടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു കൂട്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഓക്കെ. സീറ്റ് നമ്മളെടുക്കാൻ വേണ്ടിയിട്ടാ 1, 2, 3. I love Zimbabwe. Okay, nice. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇവരെ തനതായ പാട്ടും ഡാൻസും, ഇവര് പാട്ട് പാടിയിട്ട് അവരവരെ ടൂൾസ് വെച്ചിട്ട് പാട്ട് പാടിയിട്ട് അവരോട് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഗംഭീരാക്കണം. അപ്പുറത്ത് നമ്മൾ സാഡ്സിക്കുള്ള വെള്ളം ചൂടാക്കുന്നുണ്ട്, മട്ടനുള്ള വെള്ളം ചൂടാക്കുന്നുണ്ട്. ഇതാ കോഴീനെ അറുത്തോണ്ടിരിക്കട്ടോ. അപ്പൊ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ചേച്ചിമാരൊക്കെ ഇറങ്ങിണ്ട്, ഡാൻസ് കളിക്കാൻ ഇറങ്ങിണ്ടാ. ചേച്ചിമാരൊക്കെ ഫുൾ പവർ ഇറങ്ങിണ്ട്. അല്ല കുറെ സ്റ്റെപ്പ് ഉണ്ടാണ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റിയ നല്ല
എന്തായാലും വേറെ എക്സ്പീരിയൻസ് കേട്ടാ, ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കറക്റ്റാട്ടാ. ഇവരെ ഒരു ആഘോഷം നോക്കിയാ, എത്ര കാശില്ലായ്മ ഇത്രയധികം ആൾക്കാരായിട്ട് ഇവിടെ താമസിക്കുന്നു. നമ്മുടെ പഴയ ആൾക്കാർ, നമ്മുടെ പഴയ തറവാട് പോലെ തന്നെ ആർക്കും ഒരു പരിഭവമില്ല, ആർക്കും ഒരു വിഷമമില്ല. ഒരു ഫുൾ പവറാണ്, ഫുൾ ടൈം. ഇന്നിപ്പോൾ ഒരു സാട്സയ്ക്ക് വെച്ചു, ഒരു അടുപ്പിൽ തന്നെ സാട്സയ്ക്കുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട്, ഒരു അടുപ്പിൽ നമ്മൾ മട്ടൻ വയ്ക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഞാൻ അടുത്തത് നമ്മൾ ചിക്കൻ അല്ല കൂട്ടാ. അപ്പോൾ അപ്പച്ചാൻ പാട്ട് പാടുന്ന ടൂൾസ് നോക്കിയാ, അവരുടെ ടൂളിന് കണ്ടോ നോക്കിയാ. How can you show the thing later? Okay. How can you operate this one? ശക്തിയിൽ വെക്കണം കേട്ടോ. പിയാനോ പോലെ അടിക്കാൻ പറ്റില്ല. അവരാ കൈ അവര് കണ്ടോ, ഈ സാധനം അവർ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ. This one goes this one, use 1, 2, 3, check it. And this one goes 1, 2, 3, 4, 5 up to this. ഓക്കെ ഓക്കെ. ഈ നമ്മൾ തള്ളവരിൽ ഇത് 3 എണ്ണം, ഈ സാധനം ഇതിട്ടാ കണ്ടാ, ലൈക്ക് ദിസ്. ഓക്കെ, പണിയിട്ടാ, ഹെവി ഓപ്പറേഷനാ. ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മിനിക്കണുള്ളൂ എന്ന് വിചാരിച്ചാ. സാധനം അവർ പൊരിയുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്നിട്ട് പിടയ്ക്കാന്ന് പറയണോ അവർ. ചെക്കന്മാരൊക്കെ ഫുൾ പവർ ആയിട്ട് ടൂൾസ് എടുത്തു. വാട്ട് ഈസ് ദിസ്? ഓഷോ. വാട്ട് ഇൻസൈഡ്? Inside is small grains. Not fruit. Very sour. Very? You want to eat it, it's very, very sour. Salt. Sour. Sour means? It tastes not good. Okay, taste not good. അപ്പോൾ ഇത് ഇവരുടെ ഒരു കായാണ്. അപ്പോൾ ഇവിടുത്തെ ആ കായലുള്ള ഒരു ചെറിയൊരു ഓട്ടിനാക്കി ഉണ്ടാവും. ഈ ഓട്ടിനാക്കി എൻ്റെ ഉള്ളിൽ മണി വെച്ചിരിക്കുക മലക്കാട്ടവർ. അപ്പോൾ കുക്കിങ്ങിന് ഡാൻസിൻ്റെ പരിപാടി അവിടെ പിരിക്കാനുള്ള പരിപാടി ഉണ്ട്. അതപ്പോൾ കുക്കിംഗ് ഇവിടെ എല്ലാവരും ചേച്ചിമാരൊക്കെ കൊണ്ട് പോകുന്നുണ്ടാ. നമ്മുടെ വീട്ടിൽ അമ്മമാർ പരിപാടി നടക്കുന്ന നേരത്ത് ചള്ള വെട്ടി അടുക്കളയിൽ പോകണ പോലെ ചേച്ചിമാർ വന്നു. നമ്മുടെ വന്ന് ചേച്ചിയാട്ടാ. ഈ ചേച്ചിയുടെ ബന്ധു ഇവിടെ ആരും ഉണ്ടെന്ന് പറയണം. അപ്പോൾ അവരൊക്കെ ഫുള്ള് ഹാപ്പി മൂഡിലാണ്. ആട്ടത്തേക്ക് വെള്ളം വെച്ചു, ചൂടുവെള്ളം ചേട്ടാ, ചൂടുവെള്ളം. അപ്പോൾ നമ്മുടെ മട്ടൻ കഴുകിയെടുത്തുട്ടാ. ഒരു തവണ തന്നെ കഴുകുള്ളൂ, ചൂടുവെള്ളത്തിൽ ഒരു തവണ കഴുകിയെടുക്കണവർ. അവർക്ക് അച്ഛൻ ഓരോധികം പോകാൻ പാടില്ലെന്ന് പറഞ്ഞവർ. അപ്പോൾ അവരിനി ഇതേ ചിക്കനെ എടുക്കണു. ചിക്കൻ എടുത്തിട്ട് അവർ അപ്പോൾ കട്ട് ചെയ്യാൻ പോട്ടാ. അപ്പോൾ ആട്ടിറച്ചി വേവിക്കാനായിട്ട് അവർ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാ. ലിവർ സംഭവങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നാടൻ കോഴിനെ വെക്കണ പോലെ തന്നെ അവരുടെ ചൂടുവെള്ളം എടുത്തിട്ട് കോഴി മെതി വെച്ചിട്ടാ. അവരുടെ തോല് കളയുണ്ട്, തോലെടുക്കണ്ടാ. എല്ലാതും പിന്നെ ടീമായിട്ട് ചെയ്യണം. അവർ ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പടയ്ക്കണേ. അപ്പോൾ അവരത് ആട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, 2 വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ആട് ഒരു തിളപ്പിക്കുമ്പോൾ വേറെ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നുമില്ല, ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കണം അവർ. ഇവിടെ പൊരിക്കൽ നിർത്തിയില്ലടാ, ഇവിടെ പൊരി തന്നെ പൊരി.
അതിനിടയ്ക്ക് എന്ന് പറയാൻ ഉറങ്ങണണ്ട. അപ്പൊ അവര് കുറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. വയ്യാണ്ടായി. ഹൗ യു ഫീൽ? ഗുഡ്. In India. About India. India is all right. Right, good. We are the same with India. Okay. We are all Africans, you know. Yeah, right. Yes. Power up. Yeah, good. So we want to go to India. To India, yes. Next year we come. Take us to India. I can bring you. Yes. Anywhere. Sure, thank you. Yeah. I want to go and participate in India there. Pakistan. In India. India. We want to go in India. Okay. To ring our music. This one. They make it. Yes. We take this music. Zimbabwean music. അപ്പോൾ അവരുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ. ചിക്കൻ്റെ വെടുപ്പാക്കിട്ടാ. തൊലിയൊക്കെ പറിച്ച് അമ്മച്ചിമാർ ഇവിടെ ഫുൾ പവറാക്കിണ്ട്. ഇനി അവരത് കട്ട് ചെയ്തിട്ട് നേരെ ഇനി വീണ്ടും വിവിക്കാൻ വെക്കിട്ടാ. പിന്നെ ഞാൻ കണ്ട വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ട അവർ ഓരോ അടുപ്പ് പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുക ഇരുമ്പോണ്ട് അതുമ്മ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിരിക്കുക. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം വിവിയാൻ നിൽക്കണം. ഗ്യാസ് അപ്പുറത്ത് ഗ്യാസ് വേറെ കളിപ്പിക്കണം, ഇപ്പുറത്ത് വേറെ അടുപ്പുണ്ടാക്കണം. ഇതൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് പണി കഴിഞ്ഞു. അപ്പോൾ അവരിനി ചിക്കൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പവറായത് സാക്ഷിക്കുള്ള വെള്ളം ഇവിടെ ഫുള്ള് വെന്ത് തുടങ്ങിയിട്ട് ഏകദേശം. അപ്പോൾ എത്ര നേരം ഇനി മട്ടൻ വേവ എത്ര നേരം പിടിക്കുന്ന അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരുടെ കയ്യിലുകൾ നോക്കി വെക്കാൻ അവരുടെ കയ്യിൽ കണ്ട മരം കൊണ്ട് കയ്യിലുണ്ടാക്കിയിരിക്കണ്ട വലിയൊരു കയ്യിൽ. നമ്മൾ മേടിച്ച് ഇത് വാങ്ങണമെന്നല്ല കേട്ടോ. ഇത് ഓരോ കളറുള്ള ഒരു മരം കൊണ്ടുള്ള കയ്യിലുണ്ടോ. അവരുടെ കുളിമുറിയും ബാത്റൂമിന് കാണാം കേട്ടോ. ഒരു വെറുതെ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ നല്ല ഹെവി കോഴികളൊക്കെ അവർ വളർത്തുന്നുണ്ട് ഇവിടെ കണ്ട. ഫുൾ കോഴികളാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒപ്പം തന്നെ അവിടെ പട്ടിയുണ്ട്. വാഴ വെച്ച് നോക്കിയാൽ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അവർ. നല്ല പേരയ്ക്കുണ്ട് ഇവിടെ കണ്ട. നല്ല പേരയ്ക്ക പട്ടീനെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയാലും ചോളം ഇല്ലാണ്ട് ഒരു കളിയില്ല. നമ്മൾ നെല്ല് എല്ലാ വീട്ടിലും എങ്ങനെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അവരുടെ എപ്പോഴും കഴിക്കുന്ന സാധനം അവർ എപ്പോഴും അവരുടെ വീട്ടിലുണ്ട് കേട്ടോ. ചെറിയൊരു പെര അവരുടെ കുക്കിങ് സെക്ഷൻ ഉണ്ടാ. അപ്പോൾ നമ്മൾ പറഞ്ഞ സാക്സ അതെ നമ്മുടെ ചോളപ്പൊടി അവർ എടുത്തു കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. സോറി, അവർ സാക്സ കട്ട് ചെയ്തു. സാക്സ സിമ്പിളായിട്ട് ഇതേ നമ്മുടെ ചോളപ്പൊടി കേട്ടോ. എരിതരി എന്നുള്ള ചോളപ്പൊടിയാണ് അവരെ കഴിക്കുന്ന മെയിൻ ഭക്ഷണം സിംബാബ്വേക്കാരുടെ. അവർ സാസ തിരിക്കാനായിട്ട് സാസ കുറുക്കാനായിട്ടുള്ള സാധനം ഉണ്ടത് കേട്ടോ. നേരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നേരെ കുറുക്കാട്ടോ. വെറുതെ ഇടണു ഞാനേ. അപ്പോൾ അവരത് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട. നമ്മൾ തൈര് കടയണ പോലെ ഇളക്കി കൊടുക്കണ്ട. നമ്മുടെ തൈര് കടയണ പോലെ. പക്ഷേ നോക്കിയാൽ ചെയ്തില്ലെങ്കിൽ ചൂടുവെള്ളം എത്തിക്കാവും. അത് മാത്രം പ്രശ്നമുള്ളൂ. Okay, you do it. I can put, no problem. Can I? Wait എന്നിട്ടാ. ഉള്ളത് നമ്മൾ കുറുക്കണ പോലെ കുറുക്കിക്കൊണ്ടിരിക്കട്ടാ. ഈ സാധനം മൈദ പറഞ്ഞ ഈ ചോളപ്പൊടി കുറുക്കിക്കൊണ്ടിരിക്കട്ടാ. ഓ കുറച്ച് ചോളപ്പൊടി മെയിൻ ഭക്ഷണം ഉണ്ടാ. സിംബാബ്വേക്കാരുടെ മെയിൻ ഭക്ഷണം ഉണ്ടാക്കി വരികയാണ് നമ്മൾ. ഒന്നുമില്ല, ചോളപ്പൊടി വരെ ചൂടുവെള്ളത്തിലിട്ട് കുറുക്കുക. അത്രയാണ്. എല്ലാവരും നമ്മുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ അല്ലേ. മലയാളത്തിൽ പറഞ്ഞ് ചിരിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അത്ര രസം. നല്ല തിക്കായി തുടങ്ങിട്ടാ. നല്ല തിക്കായി തുടങ്ങി. അപ്പുറത്തെ ആട്ടർച്ചി വെച്ചിട്ടുള്ളത് അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് പതുക്കെ പതുക്കെ. കഴിഞ്ഞിട്ട് ഇനി ഇടാൻ പാടില്ല തോന്നുന്നു. നേരത്തെ മൂടി വെച്ചവർ തിളപ്പിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ മട്ടങ്ങൾ വരുന്ന പൊരിയുണ്ട് കേട്ടോ. മട്ടൻ അവിടെ പൊരിയുണ്ട്. ഒന്നും ഇട്ടില്ല, ഉപ്പുമില്ല മുളകില്ല, ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് തിളപ്പിക്കാം കേട്ടോ. അവർക്ക് ഒരു ഉപ്പും വേണ്ട, ഒരു മസാല വേണ്ടെന്ന് തോന്നണം. ഇനി എന്നിട്ട് പ്രൊസീജിയർ എന്താണെന്ന് അറിയില്ല. അവർ എന്തായാലും വേവിക്കട്ടെ, എന്നിട്ട് അവരെന്നിട്ട് ചെയ്യണേ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ആട്ടർച്ചിയും ഇതൊക്കെ ഹെവി അടിക്കുന്നുണ്ട്. ആ ഹെവി അടിക്കുമ്പോൾ ഇവിടെ ചിക്കൻ അവരിതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിട്ടാ. ചിക്കൻ്റെ കട്ടിങ് തുടങ്ങി ചേച്ചിമാര്. എല്ലാവരും ഫുള്ള് ആഘോഷത്തിലാട്ടോ ഇവിടെ. Your name? Clay. Eh? Clay. 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 Nice name. Your name? Blessing. Blessing. Okay. Yeah. Your name? Chanaka. Chanaka. Nice. Her name? Lindsay. Lindsay.
Lindsay. നിൻസൈൻ. പേരുകളൊന്നും നമുക്ക് പെട്ടെന്നൊക്കെ വായിൽ വരില്ലടാ. പേരുകളൊക്കെ ശരിക്കും വെറൈറ്റി പേരുകളാണ്. എന്നാലും ചില പേരുകളൊക്കെ ശരിക്കും ഇന്റർനാഷണൽ പേരുകളുണ്ട് കേട്ടോ അവരുടെ. ഓക്കെ, ദിസ് വൺ ഫിനിഷിംഗ് പോയിന്റ്. ഓക്കെ, ഇതവർ ഫിനിഷിംഗ് പോയിന്റ് അതുകൊണ്ട് മൗത്തിക്ക് തീർക്കുമെന്നറിയില്ല. ചേച്ചിണ്ടാക്കണം അവർ അവസാനിപ്പിക്കുന്നത്. സാക്സ് ഉണ്ടാക്കണം അവസാനിപ്പിക്കണം. 2 പടിയിട്ടുണ്ട്. കുറച്ച് അവർ കോരി എടുത്തിട്ട് going to finish. ഓക്കെ തിളച്ചൂടാ. നല്ല തിളകളൊക്കെ ഉണ്ട്. അതിന് മേലെ എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് അതിന് മേലെ ഈ സാധനം ഇടാട്ടാ. നോക്കിയാ ഇങ്ങനെ അവരെ ഫിനിഷിങ് അവസാനത്തെ കൂട്ടിട്ടാ. അല്ല അത്ര നേരം നമ്മൾ വെള്ളം തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ആ സാധനം കുറുക്കി എടുക്കാട്ടാ. കുറുക്കി വരണം. നല്ല കട്ട് ചെയ്യപ്പോ വേണ്ട. കുറുക്കി വരുന്നുണ്ട് വേണ്ട. അപ്പൊ ഇതാണ് റിയൽ സാക്സ് കേട്ടോ. ഇവരുടെ സിംബാബ്വേക്കാരെ തരതായ നമ്മുടെ അടുത്ത ചോറ് പോലെ അവർ എപ്പോഴും കഴിക്കുന്ന സാധനമാണ് റിയൽ സാക്സ. ദേഹദ്വാരം ഉണ്ട് കേട്ടോ. കണീൻ്റെ മേലാണെങ്കിൽ കുത്തിരിഞ്ഞാൽ ചൂവാവില്ല. അതടുത്ത രസം. അവസാന ഘട്ട പണിയിലാട്ടാ. ചേച്ചി പണിയെടുക്കാട്ടോ. അവിടെ ഹെവി പണിയില്ല. കുറച്ചൊക്കെ പുറത്ത് പോകണ്ടോ. നല്ല ചൂടുണ്ട്. അത് മാറ്റി വെച്ചു. ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് മിക്ക നോക്കി നിൽക്കണടാ. ഇവിടെ എല്ലാവരും ഇവിടെ വീട്ടിലത്തെ എല്ലാവരും സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ. ഡബിൾ വിളിച്ചുള്ള കളിയണ്ട. എത്ര ആൾക്കാർ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്രയും ക്ഷമ, അത്രയും പേഷ്യൻ്റുള്ള ആൾക്കാരായിട്ട് വരും. നോക്കിയാൽ അവരുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മുടെ പഴയ വീട്ടിലിരിക്കുന്ന പോലെ, നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ എല്ലാവരും വട്ടം കൂടി വർത്താനം പറഞ്ഞ പോലെ എല്ലാവരും കൂടി വട്ടം കൂടി വർത്താനം പറയാട്ടോ. നല്ലൊരു ഫീലിംഗ്. നമ്മളൊക്കെ നമ്മുടെ കേരളം ഒരു 10-40-30 കൊല്ലം ബാക്കിലേക്കൊക്കെ പോയിട്ട് ഉള്ള ഒരു ഫീലിങ്ങില്ലേ, അതാണ് പറഞ്ഞു കിട്ടുള്ള ഫീലിംഗ് നമ്മളിവിടെ നേരിട്ട് വന്ന് കാണാട്ടോ. ഇതാ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് യാത്ര ചെയ്യാൻ. നിങ്ങൾ യാത്ര ചെയ്യാണ്ടതൊന്നും കാണാൻ പറ്റില്ലടാ. നമ്മുടെ ചാനലിൽ കാണാം, അതെന്തെങ്കിലും കാണാം. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും യാത്ര ചെയ്യണം. ഓരോരോ സ്ഥലങ്ങൾ, ഓരോ രാജ്യങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈ ജനറേഷനിൽ പ്രത്യേകം അറിയേണ്ട ഒരു സംഭവമാണ് ഈ കൂട്ടുകുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള സംഭവം. ഒരുപാട് ക്ഷമിച്ച്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം. നിങ്ങൾ ഇന്ത്യയിൽ യാത്ര ചെയ്താൽ ഇത് കാണാൻ പറ്റും. നിങ്ങൾ വീട്ടിലിരിക്കാൻ പാടില്ല, നിങ്ങൾ ഇറങ്ങി യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ടീം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. ഹായ്. അവരൊക്കെ ജീവിതം കണ്ട, അവരൊക്കെ അത്രയ്ക്കുള്ളൂ. ഇവരൊട്ട് വിളിച്ചിരിക്കണൊക്കെയാ ഒരു കിറ്റ് ഡാൻസ് കളിക്കാൻ തോന്നുമ്പോൾ ഈ കിറ്റ് എടുത്തിട്ട് നേരെ അടങ്ങും പടയ്ക്കാനായിട്ട്. ചെറുവരിൽ പൂട്ടാ, ചെറുവരിൽ പോയില്ലെങ്കിൽ പണി പാളും. ഈ സൈഡ് പോകാൻ പാടില്ല. ഓൺലി ദിസ് ടു. ഓക്കെ, അപ്പോൾ ഈ 3 വിരലും പോകണ്ട. ഈ 3 വിരലും ഉള്ളിൽ പോകണം. ഓക്കെ, 3 വിരലും ഉള്ളിൽ പോയിട്ട് ഇത് ഈ വിരൽ ഇവിടെയും ഇത് ഇവിടെ അടിയിൽ മുകളിലേക്കും ഇത് മുകളിൽ നിന്ന് അടിയിലേക്ക് ഇട്ടാ സാധനം കേട്ടാ പണീൻ്റെ. അപ്പോൾ നമ്മുടെ അവിടെ വിശക്കുമ്പോൾ ഒരു ചോളം എടുത്ത് കഴിക്കുന്നുണ്ട്. അവിടെ ചോളം പുഴുങ്ങിയിട്ടാണ് ചോളം. അപ്പോൾ അത് ചോളം പുഴുങ്ങിയിട്ട് ഇതവരെ എന്താ ഉപ്പിട്ടിട്ട് ഇതാ ചിക്കൻ വേവിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ പോലെ ചിക്കൻ എന്താ ഉപ്പിട്ടുണ്ട്. അവർ ഉപ്പിട്ട് വേവിക്കാൻ പോവാ. അവർ വേവിക്കാൻ പോകണ ആ പാത്രം കണ്ട, അതിനടുത്ത രസം. 3 എൻ്റെ ഭാഗ്യം. നമ്മുടെ അവർ ലൈവായിട്ട് അവിടെ നിന്ന് ചോളം പറിച്ചുകൊണ്ടാണ് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടോ. ലൈവായിട്ട് കൊണ്ടുവന്നത് ചോളം പറിച്ചിട്ട് ചൂടാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചോളം തന്നെ ഇടാണ്ട. ചോളം ഇല്ലാണ്ടൊരു കളിയിലൊരു. അപ്പോൾ ചിക്കൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ സാധനം ഏതെങ്കിലുമൊക്കെ റെഡി കഴിഞ്ഞാൽ ചിക്കൻ കയറ്റി വയ്ക്കട്ടെ. ചിക്കൻ നമ്മൾ എക്സ്ട്രാ മേടിച്ചാൽ ഇവിടുത്തെ മെയിൻ അമ്മാമ്മ അതേ പറിക്കുന്നു കേട്ടോ. ചോളം ഒരു കാട്ടിൽ നിന്ന് പിടി പറിച്ച് വന്നത്. ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ ചോളം പറിക്കുക, കഴിക്കുക. വേറെ നമ്മുടെ നാട്ടിൽ പോലെ തട്ടുകടയിലേക്ക് പോവുക, ബർഗർ മേടിച്ച് തിന്നാ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ.
ഇവിടുത്തെ ആൾക്കാർക്ക് അസുഖമില്ലാത്തതിനുള്ള വലിയൊരു കാരണം ഞാൻ കണ്ടപ്പോൾ അതാട്ടോ. ഒരു മസാല കൂട്ടുമില്ല. സംഭവം നമുക്ക് തട്ടുകടയിൽ ഒരു ഭക്ഷണം കഴിക്കും, ഞാനും ഭക്ഷണം കഴിക്കും, എനിക്കും അതിനെ പ്രാന്ത. പക്ഷേ നമുക്കൊക്കെ അസുഖം വരുന്നതിനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞ അല്ലാണ്ട് ഞാൻ കഴിക്കില്ല എന്നാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് കഴിക്കണ ആളൊക്കെ അതിൻ്റെ ശരീരം കണ്ടറിയാലോ. പക്ഷേ ഇവരെ കഴിക്കണ ശൈലി നോക്കിയാൽ ഇവരെ ദേഹത്ത് പിടിക്കില്ല എന്നുകൊണ്ട് തോന്നും. ചേച്ചി വേണം കേട്ടോ, വേറെ കാര്യം. അതാ അവർ പറിച്ച് ചോളം പറിച്ച് ഫുൾ പവർ കേട്ടോ. ഇവർ കുറച്ച് ഉപ്പ് ഇത്തിരി കൂടുതൽ കഴിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കൂടുതൽ കഴിക്കുന്നുണ്ട്. പക്ഷേ വേറെ മസാലകളോ എരിവോ ഒന്നും ഒരു സംഭവം ഇല്ല. ക്ലീനായിട്ട് ഇതാ സാസ് ഉണ്ടാക്കി. ഇനി മട്ടൻ എന്നിട്ട് അവർ ചെയ്യാൻ പോകണം നമുക്ക് നോക്കാം. ചേച്ചിമാർ ഇതൊക്കെ എവിടെ വെക്കുന്ന നോക്കിയിട്ടിങ്ങനെ ചോളം ഒരു തൊലി പൊളിച്ചു എവിടെ കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടാ ചൂടാവാൻ വേണ്ടിയിട്ട്. Here we have African cucumbers. As you can see, they are not that smooth. They have thorns, which are different from those ones which are smooth. African cucumbers. കുക്കുംബർ കുക്കുംബറായിട്ടാ കാണുന്നത്. നമ്മുടെ നാടത്തെ കുക്കുംബർ നോക്കിയാ അമ്മാമ കൊണ്ടിരിക്കുക. അതിന് മുള്ളുണ്ടല്ലോ. In our real cucumber, right? Yes, it's though it's an African type. Okay. Because as you can see, there are thorns here. Okay, it's different from the one that is so long and smooth. Okay. Though the taste, these ones I think they taste better. നോക്കിയാ സാധനം മുള്ളു കണ്ടാ, മുള്ളു കണ്ടാ. You have to remove the thorns first. Okay. When you're about to eat them. Then you can peel off. You choose whether you peel the skin off. Okay. Or you can slice it like that. Okay, can you slice can you show me this one how to do? How is done? കഴുകി So first you have to remove the thorns like this. ആദ്യത്തെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നാലും പുതിയ അറിവാട്ടോ. നമ്മൾ കുക്കുമ്പറിൽ ഇങ്ങനെ ഹെവി മുള്ള് നല്ല നല്ല മൂർച്ചയുള്ള മുള്ളുള്ള ഒരു കുക്കുമ്പർ കേട്ടോ. Because some of the skins will be now old. Okay, old. So it will be hard for you to chew it. Okay. But for the softer skins, you can be in a position to chew it. Nice. Yeah. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആവുന്ന നമ്മൾ പറയണം എൻ്റെ ഉള്ളിൽ. എന്തായാലും നോക്കി നോക്കാം. ഇവിടുത്തെ കുക്കുമ്പർ എന്തായാലും കാഴ്ചക്ക് ഹെവിയാണ്. എന്തായാലും നോക്കി നോക്കാം കേട്ടോ. Then it's ready to eat. ഓക്കെ. Like this. സോൾട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുക്കുമ്പർ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ചെറിയ പുളിയുണ്ട് കേട്ടോ. എല്ലായിടത്തും സോൾട്ട് ഇട്ടുണ്ട്. സോൾട്ടിൻ്റെ കളിയില്ല. പക്ഷേ കുക്കുമ്പർ വേറെ ഹെവി ടേസ്റ്റ് ആട്ടാ. How does it taste? You put salt is very good. When you put salt, it's good. ഉപ്പിട്ടപ്പോൾ തിന്നുമ്പോൾ നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ ഉപ്പിട്ട് കഴിക്കില്ലേ, അതേപോലെ ഒരു ചെറിയ പുളിയുണ്ട്. ഉപ്പിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിയുമ്പോൾ ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരമ്മിച്ച് വേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി ഇവരെ മെയിനാണല്ലോ. നമ്മുടെ അച്ഛൻ്റെ ഇവിടെയൊക്കെ പോയപ്പോൾ കഴിച്ച കപ്പലണ്ടി കേട്ടോ. ടേസ്റ്റ് പറയണല്ലോ. പിന്നെ ഞാൻ സിംബാബ്വെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ, ഇവർക്ക് എന്ത് സാധനം കൊടുത്താലും ഒരു 2 പ്രാവശ്യം ഒന്ന് കൈ കൊട്ടിയിട്ട് മുട്ട് മടക്കിയിട്ടാണ് മേടിക്കുക. എനിക്കാണത് പണ്ട് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചിട്ടുള്ള സംഭവമാണെന്ന് അറിയില്ല. പക്ഷേ ഇവർ അതിനോട് റെസ്പെക്ട് ചെയ്യും. നമുക്കൊരു മുട്ടു സൂചിയാണ് ഒരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിലും അവർ 2 കൈ കൊട്ടിയിട്ട് അവരൊന്ന് ഇരുന്നിട്ടാണ് ആ സാധനം മേടിക്കുക. ശരിക്കും നല്ല റെസ്പെക്റ്റ്. നമുക്ക് ആരെന്ത് തരണോ ആ സാധനത്തോട് റെസ്പെക്റ്റിന് ശരിക്കും അവർ കാണിക്കണേ. അപ്പോൾ നമുക്ക് ആ സംഭവം ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അവരെ കപ്പലണ്ടി അമ്മിച്ച് കൊണ്ട കപ്പലണ്ടി ഇതാ ചേച്ചിമാർക്കും പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. ആണോ 2 കൈ കൊട്ടി അല്ല, കൈ കൊട്ടിയിട്ട് അല്ല, കൈ കൊട്ടിയിട്ട് ഒന്ന് കുമ്പിടും. ആ ക്രാവനെ എടുത്തിട്ട് ആ ചേച്ചി കുമ്പിട്ടു കേട്ടോ. അല്ല, ആ ചെറിയ ക്രാവനെ പഠിപ്പിച്ചിരിക്കണ നോക്കിയേ. അല്ല, പഠിപ്പിക്കണതാണ്. ആ റെസ്പെക്റ്റ് ആണ്. എന്ത് സാധനം തരുമ്പോഴും ഈ കൊടുക്കണ ആളും താഴൂട്ടാ. അല്ല, കൊടുക്കണ ആളും താഴുണ്ട്. അപ്പൊ ശരിക്കും ഇവർക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഒരു വലിയൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിലരുന്ന് മേടിക്കുമ്പോൾ ഇങ്ങോട്ട് കാട്ടെന്നൊക്കെ പറയില്ല. പക്ഷെ ഇവരെന്തായാലും ഭാര്യ ഭർത്താവിൻ്റെ നിന്ന് മേടിക്കുകയാണെങ്കിലും ഭർത്താവ് സ്വന്തം അപ്പൻ്റെ നിന്ന് വാങ്ങുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ആർക്കും ചെറുതാണോ വലുതാണോന്നൊന്നുമില്ല. അത് ശരിക്കും ഞാൻ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടമായൊരു സംഭവം കേട്ടോ. അത് സിംബാബ്വെ മാത്രമാണെന്ന് അറിയില്ല. ഇത് വരുന്ന രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടോ. ഒരു പാട്ട് പാടൂ. Baba maikoro rovango mati yambuke baba maikoro vango mati yambuke
ke baba maikoro. Ke baba maikoro. Mati ambu ke baba maikoro. Robango mati ambu ke baba maikoro. Robango mati ambu ke Robango mati ambu ke baba maikoro. പാട്ടുപാടി ഡാൻസ് ഉറപ്പാ. ആവുന്നുട്ടാ ജോയിൻ ചെയ്തു. എല്ലാരും നോക്കിക്കാടാ. പാട്ട് ഡാൻസ് ഉറപ്പാട്ടാ. ചേച്ചി സൈഡിൽ പഠിക്കണടാ അമ്മമ്മ. അല്ല കുക്കിങ്ങിനും ഡാൻസിലും തുടങ്ങിട്ടാ. മൂത്തു മൂത്തു തുടങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള തുടങ്ങി കഴിഞ്ഞാ പഞ്ചാട്ടാ. അപ്പോൾ നോക്കിയാൽ നമ്മളിവർ ഇവിടുന്ന് ഈ പറക്കണ നോക്കാനായിട്ട് ഇവരെ പറമ്പിലേക്ക് വന്നിരിക്കട്ടോ. നോക്കിയാൽ കുക്കുമ്പർ നോക്കിയാൽ ഹെവി സാധനം കേട്ടോ. നോക്കിയാൽ ഉണ്ടാക്കിക്കണടാ, നല്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കി കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം കഴിക്കാനായിട്ട്. ചെറിയൊരു പുളിയും സ്വല്പം ഉപ്പിട്ട് കൊടുത്തപ്പോൾ സംഭവം വേറെ ലെവലുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വിത്ത് എടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുക്കാനായിട്ട് മൂന്നാലെണ്ണം ഞാൻ ഇതിനെ രണ്ട് വീട്ടിൽ കൊണ്ടായിട്ട് നമുക്കത് ഉണക്കിയിട്ട് വീട്ടിലേക്ക് അതിൻ്റെ സീഡ് കൊണ്ടുപോകാം. നല്ല എയിം സാധനം എൻ്റെ സാധനം നോക്കിയാൽ ഹെവി സാധനം കേട്ടോ. അപ്പോൾ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് എടുപ്പിക്കേണ്ടിട്ട് അവരുണ്ട്. പഴുത്ത സാധനമല്ലേ സ്ക്വീസ് ചെയ്യുമ്പോൾ പറഞ്ഞാണ്ട നല്ല ഹെൽത്തി സാധനമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞാൽ ഈ സാധനം കഴിച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല സാധനമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയറിനൊക്കെ ഏറ്റവും അടിപൊളി സാധനമാണ്. ഇതിൻ്റെ നമുക്ക് കുറച്ച് വിത്ത് വീട്ടിലോണെന്നിടാം, നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അവർ അവരുടെ മെയിൻ ഇതിൻ്റെയോടൊപ്പം തന്നെ അവർ ഉരുളങ്കിഴങ്ങ് ഇല്ലാണ്ട് അവർക്കൊരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ ഉരുളങ്കിഴങ്ങ് അവർ പുഴുങ്ങാനായിട്ട് അവർ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴായാലും എന്ത് കഴിക്കുമ്പോഴായാലും ഒരു ഉരുളങ്കിഴങ്ങ് മാക്സിമം ആഡ് ചെയ്യും. നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഉരുളങ്കിഴങ്ങ് ചിപ്സ് കഴിക്കുന്നതും ചിപ്സ് വറുത്ത് കഴിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പുഴുങ്ങി കഴിക്കുന്നത് ഇവർ ശരിക്കും നാടൻ ട്രഡീഷണൽ സംഭവം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലത്തെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടോ. സേ ഹായ് ഹായ്. ഇവർ 16 ആൾക്കാരും ഇവരുടെ തൊട്ടുള്ള അയൽപ്പക്കത്തെ ആൾക്കാരും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാ. അപ്പോൾ ഇവർക്ക് എന്തായാലും പ്രത്യേകം നമുക്ക് ഇങ്ങനെ ട്രീറ്റ് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഓരോ ഗ്രാമവാസികൾ എല്ലാവരും വന്നിരിക്കാട്ടാ. നോക്കിയാൽ ഇന്നിവിടെ ഒരു ആഘോഷമുണ്ട്, ഇവിടെ നിന്നൊരു പാട്ടും കൂത്തൊക്കെ പറഞ്ഞപ്പോൾ വന്നിരിക്കാട്ടാ. എല്ലാവരും കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കാട്ടാ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് എല്ലാവരും ഫോണിൽ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കാവും എല്ലാവരും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇവർക്കില്ല. അപ്പോൾ അവരിത് ഉരുളങ്കിഴങ്ങ് ഇട്ടൂടാ. കുറച്ച് ഉരുളങ്കിഴങ്ങ് ഇത് ആട്ടിറച്ചി ഇത് വെന്ത് വരുമ്പോൾ അതിലേക്ക് പുക എടുത്ത് മോനെ അതിലേക്ക് ഇത് ഉരുളങ്കിഴങ്ങ് ഇട്ടൂടാ. കണ്ണിലേക്ക് അടിച്ചു എടുക്കട്ടെ. അപ്പോൾ അവർ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുളങ്കിഴങ്ങും ആട്ടിറച്ചി കേട്ടോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാറായി. ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് കളികൾ. അത് ഡാൻസ് കളിക്കുമ്പോൾ എന്തെങ്കിലും തലയിൽ വെക്കണത്ര. അത് കാരണം ആളെല്ലാവരും ഉണ്ട് തലയിൽ വെച്ചിട്ടുണ്ടോ. ഡാൻസ് കളിക്കുമ്പോഴും തലയിൽ വെച്ചിട്ടുണ്ടോ. ഡാൻസ് കളിക്കുമ്പോഴും തലയിൽ വെച്ചിട്ടുണ്ട് ചേച്ചിയാണോ. അമ്മ മേട്ടാ ഇന്നലെ കേട്ടാ.
ഇവർക്ക് കുറെ കാശ് ഉണ്ടാക്കണം, കുറെ ബാങ്ക് ബാലൻസ് വേണമെന്നുള്ള ചിന്തയൊന്നുമില്ല. നിന്നല്ല, വേറെ ഒന്നുമില്ല. അമ്മച്ചി ആദ്യം ഓണം കേട്ടോ. അമ്മച്ചി ഫുൾ ടൈം നല്ല കേട്ടോ. അല്ല നല്ല കേട്ടാ. അല്ല പിള്ളേരൊക്കെ ഒപ്പം ഡാൻസ് കളിക്കില്ലേ. പക്ഷേ പൊടിയും എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ ആർക്കും ഒരു അസുഖമില്ല കേട്ടോ. നമ്മളവിടെയൊക്കെ ചെറുതായിട്ട് പൊടി തൂളി കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും. ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിള്ളേർ നോക്കിയാൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്നല്ല കേട്ടോ. ആ അമ്മാമിക്ക് ഞാൻ തൊട്ട അമ്മാമിക്ക് 70 വയസ്സായിട്ടാ. അപ്പോൾ അവരിത് മട്ടനിലേക്ക് തക്കാളി ഇടാൻ പോട്ടെ. അപ്പോൾ മട്ടനും ഉരുളൻകിഴങ്ങും ഇട്ടിട്ട് തിളപ്പിച്ച് ഫുൾ സെറ്റായിരിക്കണപ്പോഴത്തേക്ക് അത് നമുക്ക് അതിലേക്ക് തക്കാളി സ്പേസ് ചെയ്തിട്ടാണ് കേട്ടോ. തക്കാളി പിഴിഞ്ഞിട്ട് കൊടുക്കാം. അവിടെ അപ്പുറത്ത് നിന്നൊക്കെ ഉണ്ട് ഡാൻസ്. അതിനിടയ്ക്ക് ഇവിടെ പൊരിയുണ്ട് കേട്ടോ. ഓക്കെ കണ്ടിന്യൂ. ജസ്റ്റ് അതിൻ്റെ ഒപ്പം തന്നെ അതെ കാബേജ്. ദിസ് വൺ കാബേജ് ഓർ ഓണിയൻ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിന് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അവർ എടുത്തു. ഓക്കെ, ശരി. ചിക്കൻ ഏകദേശം റെഡി ആയി. അവസാന ഘട്ടപ്പെടല്ല കേട്ടോ. അവസാന ഘട്ടപ്പെടത്തില്ലാണിത്. അപ്പോൾ ആ ചിക്കൻ അവർ വേവിച്ച് വെച്ച സാധനം തന്നെ അവർ റോസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറയണം കേട്ടോ. റോസ്റ്റിങ് നമ്മൾ ഉദ്ദേശിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അവിടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ അതിനിടയ്ക്ക് ഓളി വന്ന് നമുക്ക് പോന്നാ. ഇന്നലെ കേട്ടാ മതി. 70 വയസ്സായിട്ടേ. അതിനടുത്ത രസം ഇവിടെ ചേച്ചി വേറെ കേട്ടാ. അപ്പോൾ നമ്മൾ കൊടുന്ന ഓയിൽ ദേവരെ ഒഴിച്ചത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോട്ടാ. ചിക്കൻ ഇടാൻ പോകണം കേട്ടോ. വലിയ ചൂടായിട്ടൊന്നുമില്ല, എന്നാലും ഇട്ടുണ്ട് അവർ. അവർ നോക്കിയതാട്ടോ, ടെസ്റ്റ് ചെയ്താ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ. അപ്പോൾ ഏകദേശം അതിൻ്റെ കേട്ടോ അവരിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ആദ്യം വറക്കും, അത് കഴിഞ്ഞ് രണ്ടാമത് വറക്കാന്ന് പറഞ്ഞേട്ടാ അവർ. അപ്പോൾ അവരിത് വറുത്തുകൊണ്ടിരിക്കണു കേട്ടോ. സൂര്യൻ പതുക്കെ താന്നുകൊണ്ടിരിക്കണു. അമ്മ ക്രാവിനത് ഡാൻസ് കളിക്കണ്ട. നോക്കിയാ ക്രാവിനത് ഡാൻസ് കളിക്കണം. നോക്കിയാ ഒരു പേടിയില്ലട്ടാ. നോക്കിയാ ക്രാവടെ സെറ്റാട്ടാ.
അപ്പോൾ നമ്മുടെ ചിക്കൻ നൈസായിട്ട് ഇതാ അവിടെ പാട്ട് പാടി ഒരുമിക്കും നൈസായിട്ട് ആയിട്ടുണ്ട് ദയച്ച് ഊതുണ്ട് കേട്ടോ. നമ്മുടെ മട്ടൻ കറിയുടെ ഒക്കെ അവസ്ഥ നോക്കിയാൽ നൈസായിട്ട് നമ്മുടെ മസാല കളറിലേക്ക് വന്നിട്ടുണ്ട്. ആ തക്കാളി വെച്ച് കാരണതുകൊണ്ട് മസാല കളറിലേക്ക് വന്നിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. മട്ടനും ചിക്കനും ഇവിടുന്ന് പൊരിയുണ്ട്. ഓക്കെ, മട്ടൻ കറി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. So here in Zimbabwe, mostly for family planning, we use what is called jadeo. For example, sorry, can you show me? This here on her hand. ഓക്കെ, ഇവര് ഫാമിലി പ്ലാനിങ്ങിന് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു സാധനം ചെയ്യണതാണ്. നോക്കിയാണ്ട ഒരു സൂചി പോലെ സാധനം കൈമ വെച്ചിരിക്കുക. അത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യണം, ഒരു ഇർക്കിലി പോലെ സാധനം വെച്ചിരിക്കുക. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയണത് 5 വർഷത്തേക്ക് ആ സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നാണ്. ഇതിനെപ്പറ്റി അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ സംഭവം. ജഡോ. Yes, it's called jadeo. Then it goes to 5 years. Then after 5 years, you have to change it. Okay. Yes. For example, hers is now 2 years old. രണ്ട് കുട്ടികളുണ്ടായിരുന്നു. After 5 years, she has to go back to the hospital or clinic. Then they get to change it. Okay. Then they put another one. Yes. Okay. Then again 5 years. Then yes, again after 5 years. After 5 years. അപ്പോൾ അതെന്താ സംഭവം എന്ന് നോക്കിയോളൂ. എനിക്ക് വലിയ പിടുത്തതിനെ പറ്റിയിട്ട് ഒരു കൈമ ഒരു സൂചി പോലെ സാധനം കയറ്റി വെച്ചിരിക്കുക. അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ പറ്റി ആരെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഫുഡ് ഫുൾ പവറായിട്ട് ഇതാ ചേച്ചി സിഗരറ്റ് വലിക്കുന്നുണ്ട്. ചെണ്ട പൊന്നോ. അപ്പോൾ ഇതാ ഫുഡ് വിളമ്പണ സമയമായി. അവർ പ്ലേറ്റൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതാ അവർ കുറുക്കിയെടുക്കണോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ചോളം കുറുക്കിയത് അവർ കുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ രണ്ടാമത്തെ പ്ലേറ്റ് ചോളം. ഇത് മട്ടൻ. ദിസ് വൺ മട്ടൻ റൈറ്റ്. മട്ടൻ ചൂടുണ്ടാ? ചൂടുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ കറി ഇവിടെ പൊജിഞ്ഞുണ്ട് കേട്ടോ. കാണുമ്പോൾ ആദ്യമുണ്ട് കേട്ടോ. കഴിച്ചൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതേപോലെ ഇത് മട്ടനാണ്. അവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. സിഗരറ്റ് ചേച്ചി ഫുൾ പവറാണ്. വാട്ട് ഈസ് ദാറ്റ്? Chicken. That one? Salsa. Same. Yes. ഓക്കെ, ആൾക്കാർ കൂടി നമ്മുടെ അവിടെ നിന്ന് ഇവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് പാട്ടും മേളൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ വീട്ടിലുണ്ട്. ആ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടാ. അപ്പോൾ ആൾക്കാർ അവർ കൂടുതൽ ഇട്ടു. അപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടോ. നോക്കിയാൽ ഒരു വറുത്ത് ഇങ്ങനെ കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ സാഡ്സ് അവർ റെഡി. നമ്മൾ ഇഡ്ഡലി ഇടണ പോലെ ഇടണം അവർ ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മട്ടൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓ, കാണുമ്പോ അരമ്പുണ്ട് കേട്ടോ. മട്ടനും ഉരുളങ്കിഴങ്ങും കേട്ടോ. ആ നെയ്യ് ശരിക്കും പിടിക്കാനാ. ഉരുളങ്കിഴങ്ങ് ജസ്റ്റ് ഇട്ടാൽ മതി. ആ നെയ്യ് അവർ ഒന്നും ഊറ്റി കളഞ്ഞിട്ടില്ല. അത് കൈയോടെ ഇട്ടിരിക്കുക. ഒരു ചിക്കൻ്റെ പീസ്. അപ്പൊ ആദ്യത്തെ പ്ലേറ്റ് ഒരു വേറെ പ്ലേറ്റ് കൊണ്ട് എടുക്കുന്നുണ്ടോ. ആദ്യത്തെ പ്ലേറ്റ് ഇവരുടെ ഗ്രാമത്തിലത്തെ ഏറ്റവും വയസ്സായ ആൾക്കാണ് ഇവർ കൊടുക്കണോ. കൈ നോക്കിയവർ ഓരോരുത്തരെ കൈ കഴിപ്പിക്കണോ. അവർക്ക് ഭക്ഷണം എടുത്തു. അപ്പൊ ഏറ്റവും വയസ്സായ ആൾക്ക് നമ്മൾ ആദ്യം ഭക്ഷണം കൊടുത്തുവിടാം. അതെ, അതാണ് അവരെന്തോ ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞേട്ടോ. അവർ വന്നിരുന്ന് മുട്ടു കുത്തിരുന്ന് അവർക്ക് കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രയ്ക്കും റെസ്പെക്റ്റ് അവിടുത്തെ പഴയ ആൾക്കാർക്ക് വയസ്സായ ആൾക്കാരൊക്കെ റെസ്പെക്ട് ചെയ്യണ. നമ്മളെന്തായാലും ഇത് കണ്ടുപിടിക്കണം കേട്ടോ. ഇതുണ്ട് അവരൊക്കെ നോക്കിയാൽ ഓരോരുത്തർ ഇരുന്ന് മുട്ടു കുത്തിരുന്ന ഭക്ഷണം കൊടുക്കണം. വയസ്സിനനുസരിച്ച് ഓരോ വയസ്സിനനുസരിച്ച് ആളെ ഇരുത്തിരിക്കണം. ഗുഡ്. ഹൗ ഇറ്റ് ഈസ് ഗുഡ്. അവർ മുട്ടു കുത്തിരുത കൈ കഴിക്കുന്നു. ഇതൊക്കെ ഓരോ ആചാരമാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ പറയില്ല ഇതൊക്കെ ഇവരുടെ ആചാരമാണ്. പക്ഷെ എനിക്ക് ഇവർക്ക് ഈ കാരണവന്മാർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതാ അപ്പാപ്പന് കൊടുക്കുക. ചാറ് വേണ്ടെന്ന് പറഞ്ഞു, ചിക്കൻ മാത്രം മതി, മട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ മുട്ടൂത്തിയിട്ട് കൊടുക്കുന്ന നോക്കിയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പുറത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവരൊരാൾ പോലും പ്ലേറ്റിലേക്ക് നോക്കിയിരിക്കേ എനിക്ക് എന്താ തരാത്തതെന്ന് ചോദിക്കുക. ഒന്നുമില്ല, അവർക്കുള്ള പങ്ക് അവിടെ വരും. അതിന് വെയിറ്റ് ചെയ്യവർ, കുറച്ച് വെയിറ്റ് ചെയ്യണേ. അമ്മാവ പിള്ളേർ ഇപ്പോൾ ഡാവിനെ ബാക്കിൽ ഇരുത്തി ഫുൾ പവറിൽ ഇരിക്കുന്നുണ്ട്. ഡ്രാവാണെങ്കിൽ സുഖം സുന്ദരമായിട്ട് ഒരു കരച്ചിലും ഒന്നുമില്ല. അപ്പോൾ അമ്മിച്ചിമാർ ഇവിടെ ഓരോരുത്തരോരോരുത്തർ കഴുകിയിട്ട് ഇതായിട്ട് അവർ വരെ നിൽക്കുന്നുണ്ട്. അമ്മിച്ചിമാർ മൊത്തം സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓരോ പ്ലേറ്റിൽ അവർ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് മേടിക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാട്ടാം. എല്ലാവരും അവരിതാ കൈ കൊട്ടി മേടിക്കട്ടെ. അപ്പം നോക്കിയോ ഉണ്ടോ, കൈ കൊട്ടി മേടിച്ചണ്ട. അമ്മച്ചിമാരൊക്കെ ഇതാ ഭക്ഷണം വാങ്ങാനായിട്ട് ഇതാ കൈ കെട്ടി മേടിച്ചുട്ടാ. അവരാ സാധനത്തോണ്ട് അവർക്ക് അത് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണോ നിങ്ങൾ? രണ്ടുപേരും കൂടി കഴിക്കാൻ പോയിട്ടാ. ഇവനത് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരും കൂടി അവർ രണ്ടുപേരും അത് മേടിക്കും. ചെറുപ്പത്തിൽ തന്നെ അവര് കൊടുത്ത് പഠിക്കണണ്ട. അത് നമ്മുടെ ആൾക്കാർ എന്തായാലും പഠിക്കേണ്ട സംഭവം. എൻ്റെ മക്കളെ വരെ അതങ്ങോട്ട് ഓണാവണില്ല. ഞാൻ പതുക്കെ പഠിപ്പിച്ചെടുക്കണ. നോക്കിയാൽ ഒരു സെക്കൻഡിൽ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് ഒരു ടീം ആക്കിയിരിക്കുക. അവർ രണ്ടുപേരും അതിൽ നിന്ന് കഴിക്കണം. വേണ്ട, ഇവർ രണ്ടുപേരും ആ ഒരു പ്ലേറ്റ് വേണ്ട, ഇവർ രണ്ടുപേരും പ്ലേറ്റിൽ നിന്ന് കാണുന്നത് അവർ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. ഗുഡ് ഫുഡ് ഈസ് ഗുഡ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും സ്വർഗം നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന്. പക്ഷേ സ്വർഗ്ഗമൊക്കെ തന്നെ നല്ല ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ അതിൽ വലിയ ചെറിയൊരു ഉദാഹരണം ഈ ഒത്തൊരുമിച്ച് കഴിക്കൽ അല്ലെങ്കിൽ ഒത്തുകൂടൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയിട്ട് അവർ കിടാവ് നോക്കിയാൽ എവിടുന്ന് നോക്കിയാൽ നടന്നു വരില്ല സ്കൂളാന്ന് പറഞ്ഞിട്ട്. എന്താ അല്ലേ സമ്മതിക്കണം സ്റ്റാ. ഒരു ഭക്ഷണത്തിനാണോ അതിൻ്റെ ഭക്ഷണം സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോട്ടാ. ഫുൾ പവറാണ്. അതിൽ മട്ടൻ്റെ ഒരു വലിയൊരു പീസുണ്ട്, ഒപ്പം തന്നെ ചിക്കൻ്റെ ഒരു പീസുണ്ട്, പിന്നെ ചാറുട്ടാ, പിന്നെ ഒരു സാത്സി. നമ്മൾ സാത്സേര മേലെ കുറച്ച് ഗ്രേവി വെച്ചുട്ടാ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാട്ടാ. ഓ നല്ല ചൂടാ. നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഇട്ടാ. പക്ഷെ ഇവരെ ഗ്രേവി മുട്ടണ്ടാട്ടോ, വേറെ റേഞ്ച്. അടിപൊളി തന്നെ നോക്കിയാ. സാത്സ വിത്ത് മട്ടൻ്റെ ചാറ് വിത്ത് ചിക്കൻടാ. മട്ടണൊക്കെ ശരിക്കും വെന്ത് ഒട്ടഞ്ഞിട്ടാ. നോക്കിയാ നല്ല ജ്യൂസി ആയിട്ടാ മട്ടണൊക്കെ. കഷ്ണമൊന്നും ഇട്ടില്ലെങ്കിലും അത് ഞാൻ മസാല ഒന്നും ഇട്ടില്ലെങ്കിലും സാധനം വേറെ കഴിഞ്ഞോ. നോക്കിയാ മട്ടണൊക്കെ പൾപ്പ് പോലെ. അപ്പോൾ നമ്മൾ കൊടുന്ന ആ ഓറഞ്ച് ജ്യൂസ് ഇട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടവരുണ്ട്. എല്ലാവരും ഓറഞ്ച് ജ്യൂസ് കുടിക്കണം. എല്ലാവരും സെറ്റാണ്, ഫുൾ പവറാണ് കേട്ടോ. ഓറഞ്ച് ജ്യൂസ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. പിള്ളേരെ വണ്ടി നോക്കിയാ അവർ കുപ്പീനെ തുളച്ചിട്ട് ടയറുണ്ടാക്കിയിരിക്കട്ടോ. നോക്കിയാ നമ്മളുടെ പിള്ളേർക്കൊക്കെ എന്തിട്ടൊക്കെ വേണമല്ലേ. എൻ്റെ പിള്ളേർക്ക് കിടക്കട്ടാ. അവരതിൽ ഹാപ്പിയാ. അടുത്ത ദിവസം അത് മേടിക്കാൻ അവർക്ക് വേഷം വന്നപ്പോ അവര്
ഭക്ഷണം തന്നതിന് താങ്ക്സ് പറഞ്ഞാട്ടോ അവര്. ഇന്നത്തെ പാർട്ടിക്ക് അവർ നമ്മളോട് താങ്ക്സ് പറയണ ആ ഒരു രീതിയാണ് അത്. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. പാട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. nekutamba kwaitika nekutigamuchira kwamatika pano dangoti nezvese zvamu nekutibatsira kwamangoti kuti vantu vachingosangana vechikarotika താങ്ക് യു. അപ്പോൾ നമ്മളും പറഞ്ഞു, ഞാനും നിങ്ങളും എല്ലാവരും അവരോട് താങ്ക്സ് പറഞ്ഞതിന് അവർ തിരിച്ച് പറഞ്ഞതാട്ടാ. കൈ കെട്ടിട്ട് കൂയിതാട്ടാ. അടിപൊളി. അപ്പൊ അങ്ങനെ വിശേഷങ്ങളാ. ഇന്നത്തെ ദിവസം വേറെ റേഞ്ച് ദിവസമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. നമ്മുടെ സിംബാബ്വെ ഉൾഗ്രാമങ്ങളിൽ വന്നിട്ട് നമ്മുടെ 400K സെലിബ്രേഷൻ. ഞാൻ ഇതുവരെ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിച്ചത് എൻ്റെ 400K സെലിബ്രേഷൻ ആട്ടോ. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടിന് എന്നെ ശരിക്കും ഈ സിംബാബ്വെ എത്തിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. 4 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതിയാണ് ചാനൽ കയറുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 9 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 8 മാസം കൊണ്ട് ഞാൻ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുക. അപ്പോൾ അത് എൻ്റെ കഴിവല്ല, നിങ്ങളാണ്. നിങ്ങളോട് എനിക്ക് നന്ദി പറയാനുള്ള നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവരും വ്യൂ ചെയ്ത്, എല്ലാവരും ഷെയർ ചെയ്ത്, എല്ലാവർക്കും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ വേറെ റേഞ്ചിലേക്ക് പോകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോകുള്ളൂ. അപ്പോൾ നമ്മളിത് ആഫ്രിക്കയിൽ വന്നിട്ട്, സിംബാബ്വെയിൽ വന്നിട്ട്, അവിടെ ഉൾഗ്രാമത്തിൽ വന്നിട്ട് നമ്മുടെ 400K സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവരെടുത്ത് നമുക്ക് പ്രത്യേകം താങ്ക്സ് പറയാം. ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഫുൾ പവറിൽ അല്ലെങ്കിൽ ഫുൾ ഓണിൽ നമ്മുടെ കൂടെ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഡാൻസ് കളിക്കാനും എല്ലാ സംഭവങ്ങൾക്കും അവർ നിന്നു. അപ്പോൾ അവരോട് നമുക്ക് ഫുൾ താങ്ക്സ് പറയാം. താങ്ക് യു ഫോർ ഓൾ. Travelista 400K celebration. 1, 2, 3 start. പവർ വരട്ടെട്ടാ. ഫുൾ ഓൺ ആട്ടല്ലേ. ഓക്കെ, നമുക്ക് പോവാം. അടുത്ത എപ്പിസോഡിലാണ് കേട്ടോ.